എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റും പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് പുഡിങ് തയ്യാറാക്കുന്നത്. 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് വേണം എടുക്കാനായിട്ട്. 1 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ 20 ഗ്രാം ചൈന ഗ്രാസ് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാരറ്റ് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ ആ ഒരു കടിക്കുന്ന ആ ഒരു പരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിക്ക് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ചെറുതായിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പപ്പാതി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ക്യാരറ്റ് പുഡിങ് തയ്യാറാക്കുന്ന സമയത്ത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ചൈന ഗ്രാസും പാലിൻ്റെ ആ മിക്സും കൂടി ഒരുമിച്ച് തന്നെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരുമിച്ച് തന്നെ അത് തിളപ്പിച്ചെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൈന ഗ്രാസ് മെൽറ്റാക്കി ഈ പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് രണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് തിളച്ച് അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കരുത്. ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇനി പാലിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ആ പാലിൻ്റെ മിക്സ് ഞാൻ ഈ ഒരു അടുപ്പയിലൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഈ പാൽ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് പാലിപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് ഇത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ കുറച്ച് ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇതൊന്ന് സെറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണേ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിതെന്ന്. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തിട്ട് കൊടുക്കാനും മറക്കല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടോടെ ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്